പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും ഈസ്റ്റർ ആശംസകൾ. ഫാദർ ബിജു പ്രത്യേകമായിട്ട് ഈ ഈസ്റ്റർ ദിവസത്തിൽ നിങ്ങൾക്കേവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു: ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. യേശു നൽകുന്ന വലിയൊരു വാഗ്ദാനമാണത്. യേശുവിന് മാത്രം നൽകാൻ സാധിക്കുന്ന ഒരു വാഗ്ദാനമാണത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതേ സ്നേഹമുള്ളവരെ, കുരിശു മരണത്തിലൂടെ മരണമില്ലാത്തവൻ തൻ്റെ മരണത്തിലൂടെ മരണത്തെ ഇല്ലാതാക്കിയ ദിവസമാണ് ഈസ്റ്റർ, ഉത്ഥാനം, തിരുവുത്ഥാനം. ഈ ഉത്ഥാനത്തിലൂടെ ഉത്ഥാന ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന വലിയ അനുഗ്രഹം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ വലിയ കൃപയും അഭിഷേകവും എന്നും നിലനിൽക്കും എന്നുള്ള വലിയ സത്യം. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം പഠിപ്പിക്കുന്നു: അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. 1-2 വർഷമായി കാണും ഒരു അപ്പച്ചൻ എൻ്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഈശോ ഇടപെട്ട അത്ഭുതകരമായൊരു സംഭവം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൾ ഉപരിപഠനത്തിനായിട്ട് മഹാരാഷ്ട്രയിൽ പൂനെയിലായിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകൾക്ക് H1N1 എന്ന പകർച്ചവ്യാധി പനി പിടിപെട്ടു. ശക്തമായിട്ട് ഈ പകർച്ചവ്യാധി ബാധിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മുറിയിലേക്ക് മാറ്റി വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ചീഫായിട്ടുള്ള ഡോക്ടർ പറഞ്ഞു, ഇനി പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, നിങ്ങളുടെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമെന്ന് ഇനി തോന്നുന്നില്ല. ആ ഡോക്ടർ തന്നെ ഈ മകളുടെ മരണശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ ക്രമീകരിച്ചു. ഈ പെൺകുട്ടിയുടെ അപ്പനും കുടുംബാംഗങ്ങളും ഏറെ ദുഃഖിതരായി. അവർ സങ്കടത്തോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ അങ്ങനെ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് വിളിച്ചു. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, മരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവം തീരുമാനിക്കും, ഡോക്ടർ അങ്ങനെ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മകൾക്കൊന്നും സംഭവിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഇവരെ ആരെയും ഈ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ വളരെ സങ്കടത്തിലൂടെ അങ്ങനെ ഇവർ കടന്നു പോകുന്ന ദിവസങ്ങൾ. ഒരു ദിവസം ഈ ഡോക്ടർ പറഞ്ഞു, ഇന്ന് അവസാനത്തേതായിട്ട് നിങ്ങളുടെ മകൾക്കൊരു ബ്ലഡ് ടെസ്റ്റാണ്, ഇതിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തു. ആ ടെസ്റ്റിന് ശേഷം അവരെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യേശുവോടെ പ്രവർത്തിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മകളുടെ രക്തത്തിൽ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഒരു മരണ വീട് പോലെയായിരുന്നു ആ മുറിയും ഇവരുടെ കുടുംബ അന്തരീക്ഷവുമെല്ലാം. പെട്ടെന്ന് യേശുക്രിസ്തു ആ മകൾക്ക് ജീവൻ നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷത്തിലേക്ക് അവർ കടന്നു വന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഭവനത്തിലേക്ക് പോകാൻ വേണ്ടി ഇവർ മുറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ വളരെ പ്രശസ്തമായ പൂനെയിലെ ആശുപത്രിയിലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ ഒരു നേഴ്സിനെ പറഞ്ഞയച്ചിരിക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് ഒരു കാര്യം ചോദിക്കാൻ. ആ നേഴ്സ് വന്ന് ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: സാറ് പറഞ്ഞു ഇങ്ങനെ ചോദിക്കാൻ, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിക്കാൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, അതെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞു. ആ ചോദ്യം ചോദിച്ച ശേഷം ആ നേഴ്സ് അവിടെ നിന്ന് പോയി. വാസ്തവത്തിൽ അതൊരു വലിയ സാക്ഷ്യമായിരുന്നു. കാരണം നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്ന ഡോക്ടർ, അദ്ദേഹം മറ്റു മതസ്ഥനായ ഒരു ഡോക്ടറായിരുന്നു. മറ്റു മതസ്ഥനായ ഡോക്ടർ നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിൽ വലിയ അർത്ഥമുണ്ട്. അതായത് ക്രിസ്ത്യാനികളുടെ ഈശോയ്ക്കാണ് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളത്. ഈ പെൺകുട്ടി തീർച്ചയായും മരണപ്പെടേണ്ട ഒരു കുട്ടിയായിരുന്നു, എന്നാൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് തീർച്ചയായിട്ടും യേശുവിൻ്റെ ഇടപെടലിലൂടെയാണെന്ന് ഡോക്ടർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. സ്നേഹമുള്ളവരെ, ഈസ്റ്ററിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനം ഇതാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും, മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ. സ്നേഹമുള്ളവരെ, കർത്താവ് ഈ ഈസ്റ്റർ ദിവസം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണത്. യേശുവിൽ വിശ്വസിച്ച് ഓരോ ദിവസവും യേശുവിൻ്റെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും ഈ വർഷത്തെ ഈസ്റ്ററിൻ്റെ
തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജു ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.